ചേച്ചി 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 മോളെ ചേച്ചി വാങ്ങി തുറക്ക് ചേച്ചി മോളെ കഥ തുറക്ക് ചേച്ചി വാങ്ങി കഥ തുറക്ക് ചേച്ചി പറയുന്ന കേക്ക് നീ കഥ തുറന്നേ ലക്ഷ്മി എന്താ ഇവിടെ ലക്ഷ്മി കഥ തുറക്ക് കഥ തുറക്ക് ലക്ഷ്മി ലക്ഷ്മി എന്തിനാ മോളെ നീ ഒരു കടുങ്കയ്യാൻ നോക്കിയത്? ഞങ്ങളേക്ക് വിട്ടിട്ട് പോകാൻ നിനക്കെങ്ങനെ മനസ്സ് വന്നടി? എന്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു അമ്മ. എന്റെ കല്യാണം നടത്താൻ ഇനിയും നിങ്ങൾ എന്തുമാത്രം അപമാനം സഹിക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. ഈ കുടുംബത്തിനൊരു ഭാരമായിട്ട് ജീവിച്ചെനിക്ക് മടുത്തു. അതെ, നമുക്കൊന്ന് പുറത്തേക്കാം. വന്നാട്ടെ. എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോകുന്നത്? ഒരാലോചന മുടങ്ങിയതിന്റെ പേരില് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരു നിമിഷത്തേക്കെങ്കിലും ചേച്ചി ഞങ്ങളെ പറ്റി ആലോചിച്ചോ? ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ച ഞങ്ങളെല്ലാരും സന്തോഷത്തോടെ ജീവിക്കുന്നാണോ കരുതിയേ? അതെ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. മര്യാദയ്ക്ക് ഇവരോടെല്ലാം സത്യം പറഞ്ഞോളാം. എടാ മോനെ, കാർത്തി നിന്നോട് വരുമെന്നല്ലേ പറഞ്ഞത്? ഇവിടെ ഉള്ളവർ എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ട്. സത്യം എന്താണെന്ന് പറ മോനെ. കാർത്തി എവിടെയാ? നാട്ടുകാർ പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ മോൻ ഒരിക്കലും ഞങ്ങളോട് ഇങ്ങനെ ഒരു ചതി ചെയ്യില്ല. സത്യം എന്താണെന്ന് നിനക്കേ അറിയൂ. ഒന്ന് പറ മോനെ. എന്റെ മോൻ കോളേജിൽ തന്നെയല്ലേ ഉള്ളത്? ഒന്ന് പറ മോനെ. ചേട്ടാ, അച്ഛനും അമ്മയും ഇത്രയും ചോദിച്ചിട്ടും എന്താ ചേട്ടനൊന്നും മിണ്ടാത്തത്? എന്തെങ്കിലും ഒന്ന് പറ ചേട്ടാ. നിങ്ങളെല്ലാരും എന്നോട് ക്ഷമിക്കണം. കാർത്തിക്കും ഞങ്ങളുടെ കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സ്വാതിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. എന്നെങ്കിലും ഒരു ദിവസം അവൻ സ്വാതിയോട് ഒളിച്ചോടി പോകുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അത് ഇങ്ങനൊരു അവസ്ഥയിൽ വീട്ടിലെ സ്വർണവും പണവും എല്ലാം മോഷ്ടിച്ചിട്ടായിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാർത്തിക് തന്നെയാ ഇവിടുത്തെ ആഭരണങ്ങൾ കാശു എടുത്തിട്ട് സ്വാതിയുടെ കൂടെ ഒളിച്ചോടി പോയത്. ഞാൻ അവനെ എന്തുമാത്രം വിശ്വസിച്ചു. ഈ കുടുംബത്തെ രക്ഷിക്കാൻ പോകുന്ന അവനാന്ന് ഞാൻ കരുതി. പക്ഷെ അവൻ ഞങ്ങളോട് ഇത്രയും വലിയ ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാനിനി എന്ത് ചെയ്യും ഭഗവാനെ? ഈ അവസരത്തിൽ കുടുംബത്തിന് ബലം കൊടുക്കേണ്ടത് നീയാ. അതെ, നീ തന്നെ ഇങ്ങനെ തകർന്നു പോയാലോ ജനക? പിന്നെ ഞാൻ എന്ത് ചെയ്യണം കണ്ണ? എന്റെ കണ്ണീരിട്ട് കയറുന്ന പോലെ എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ രാത്രി കൂടി ഈ കുടുംബം അവനെയാ വിശ്വസിച്ചിരിക്കുന്ന ഞാൻ അവനോട് പറഞ്ഞതാ. എന്നിട്ടും അവനിങ്ങനെ ചെയ്തെങ്കിൽ അവൻ അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തനാകണ്ട. ഈ വീടും പറമ്പും പണയം വെച്ച കാശും കൊണ്ടാ അവൻ ഇവിടുന്ന് ഒളിച്ചോടി പോയത്. അവൻ അങ്ങനെ ചെയ്താൽ ഞങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഒരു പെണ്ണിന് വേണ്ടി ഞങ്ങളെയൊക്കെ അവൻ ചതിച്ചു. ഈ അവസ്ഥയിൽ ഈ കുടുംബത്തെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്കറിയില്ല. എന്റെ ദൈവമേ,
ജനകൻ ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജനക അങ്ങോട്ട് ചെന്നാട്ടെ. ചേട്ടാ, എന്റെ അച്ഛനെ നാണം കെടുത്തി മരണത്തിലേക്ക് തള്ളിവിട്ട ഈ നാടിനെയും നാട്ടുകാരെയും എനിക്ക് വേണമെങ്കിൽ വെറുക്കായിരുന്നു. പക്ഷേ എനിക്ക് സ്നേഹത്തിന്റെ ഭാഷയാണ് ഇഷ്ടം. ഞാൻ ഈ നാടിനെ നാട്ടുകാരെ സ്നേഹിച്ചു. അവരാ സ്നേഹം എനിക്ക് തിരിച്ചു തരുകയും ചെയ്തു. അങ്ങനെയാ വെറും രുദ്രനിൽ നിന്ന് ഞാനിപ്പോ പ്രതാപ മുതലാളിയായത്. അന്ന് എന്റെ അച്ഛനെതിരെ സാക്ഷി പറഞ്ഞതിന് ചേട്ടനോട് എനിക്ക് വേണമെങ്കിൽ ദേഷ്യം കാണിക്കാം. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യില്ല. ഇപ്പോ നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു. നീ ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല മോളെ. നീ ആഗ്രഹിച്ചതുപോലെ അതേ പയ്യനുമായിട്ട് നിന്റെ കല്യാണം ഞാൻ നടത്തി കാണിച്ചു തരാം. ചെക്കന്റെ വീട്ടുകാർ ആഗ്രഹിച്ച സ്ത്രീധനവും കല്യാണ ചിലവിനുള്ള കാശും എല്ലാം ഞാൻ നിനക്ക് തരാം. അതുമാത്രമല്ല, നടേശന്റെ അടുത്ത് നിന്ന് ചേട്ടൻ വാങ്ങിയ കടം ഞാൻ അടച്ചു തീർത്ത് ഈ വീടിന്റെ ആധാരവും ഞാൻ തിരിച്ചെടുത്തു തരാം. പണമില്ലാത്തന്റെ പേരില് ലക്ഷ്മിയെ വേണ്ടെന്ന് വെച്ച ആ കുടുംബവുമായി ഇനിയൊരു ബന്ധത്തിന് താല്പര്യമില്ലെങ്കിൽ നമുക്ക് വേറെ പയ്യനെ നോക്കാം. പയ്യൻ ആരാണെങ്കിലും കല്യാണം നല്ല കെങ്കയുമായിട്ട് തന്നെ ഞാൻ നടത്തും. മരിച്ചുപോയ എന്റെ അച്ഛന്റെ മീതെ ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കായത്. നിങ്ങൾ ഈ നോക്കുന്ന രീതി കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലാന്ന്. ഓടിപ്പോയ കാർത്തികിന് പകരം ആ സ്ഥാനത്ത് നിന്ന് ഞാൻ ഇതെല്ലാം എന്തിനാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അല്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. കുറെ കാലമായി എന്റെ മനസ്സില് ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. അത് നടത്തിത്തരാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. എനിക്ക് വളച്ചു കെട്ടി കാര്യങ്ങൾ സംസാരിക്കാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ നേരെ കാര്യം പറയാം. എനിക്ക് പാറുവിനെ കല്യാണം കഴിച്ച കൊള്ളാവുന്നുണ്ട്. ഇവളെനിക്ക് ജീവനാ. കല്യാണം കഴിഞ്ഞാ ഞാൻ ഇവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ഇവൾക്ക് ഒരു കുറവുണ്ടാവില്ല. പിന്നെ പാറുമായിട്ടുള്ള കല്യാണത്തിന്റെയും മൊത്തം ചിലവ് ഞാൻ വഹിച്ചോളാം. സ്ത്രീധനായിട്ട് എനിക്കൊരു ചില്ലി കാശ് പോലും വേണ്ട. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന സംശയം തോന്നുന്നത് സ്വാഭാവിക. അതുകൊണ്ട് ചേട്ടന്റെ മരുമകന്റെ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മിയുടെ കല്യാണം നടത്തിയതിന് ശേഷം ഞാനും പാറുമായിട്ടുള്ള കല്യാണം നടത്തിയാൽ മതി. എന്താ ഏട്ടാ ഇത്ര ആലോചിക്കാനുള്ളത്? ഇന്നത്തെ കാലത്ത് ഇത്രയും വിശാല മനസ്കനായ ഒരാളിനെ കാണാൻ കിട്ടുമോ? ഇതിപ്പോ ചേട്ടന് ലോട്ടറി അടിച്ചതുപോലെ 2 പെൺമക്കളെയും 1 രൂപ പോലും ചെലവില്ലാതെ കല്യാണം കഴിപ്പിച്ചുവിടാം. നിന്റെ നല്ല മനസ്സിൽ നന്ദി. പക്ഷേ ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല. അച്ഛാ, ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമാണ്. എന്താ ഈ പറയണെന്ന് വല്ല ബോധമുണ്ടോ? ഇത് മൂത്തവർ സംസാരിക്കേണ്ടുന്ന വിഷയമാണ്. നീ മിണ്ടാതിരിക്കുക. എന്റെ കല്യാണക്കാര് സംസാരിക്കുമ്പോ എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞൂടെ? എനിക്ക് പ്രതാപനെ കല്യാണം കഴിക്കുന്നതിൽ ഒരെതിർപ്പുമില്ല. ഇത്രയും കാശുള്ള ഒരു കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു പോവാൻ ഭാഗ്യം ചെയ്യണ്ടേ? ഞാനായിട്ട് എന്തിനാ ആ ഭാഗ്യം തട്ടിക്കളയുന്നേ? അച്ഛൻ ഈ കല്യാണത്തിന് സമ്മതാന്ന് പറഞ്ഞോളൂ. എന്റെയും ഈ കുടുംബത്തിന്റെയും ഭാവിക്ക് അത് നല്ലത്.
ചേട്ടാ. പ്രതാപ, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. നീ അങ്ങോട്ട് ചെല്ലും. വാടാ. ജനക, നീ ഒന്ന് വന്നേ. നീ